ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഒരു മിനിറ്റ് പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഓക്കെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആൻസറിലേക്കാണ് ഇന്ന് പോകുന്നത്. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും എന്നുള്ളതാണ് ഇതിൻ്റെ മലയാള അർത്ഥം. മൈക്രോ ഇക്കണോമിക്സ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, മാക്രോ എക്കണോമിക്സ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. വളരെ പ്രധാനപ്പെട്ട ഒരു ആൻസറാണ്. മക്കളെല്ലാവരും ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി വെച്ചോളുക. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. അപ്പം ഇക്കണോമിക്സിന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം. ഇതിന് ധാരാളം ബ്രാഞ്ചസ്, ശാഖകൾ ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ശാഖകളെക്കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. The two approaches to economic problem, namely micro and macro approaches, have become too common and meaningful that economic theory is today divided into two, microeconomics and macroeconomics. സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഭാഗിച്ചിരിക്കുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ തിയറി, സിദ്ധാന്തം അല്ലേ, സിദ്ധാന്തങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവിഷൻ ചെയ്തിരിക്കുന്നു. ഒന്ന് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും. അക്കോർഡിംഗ് ടു പ്രൊഫസർ ബൗൾഡിംഗ്, മൈക്രോ എക്കണോമിക്സ് സ്റ്റഡി ഓഫ് പർട്ടിക്കുലർ ഫേംസ്, പർട്ടിക്കുലർ ഹൗസ് ഹോൾഡ്, ഇൻഡിവിജ്വൽ പ്രൈസസ്, വേജസ്, ഇൻകംസ്, ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രീസ്, പർട്ടിക്കുലർ കമ്മോഡിറ്റീസ് എക്സെട്ര. വരച്ചിരണേ. അക്കോർഡിംഗ് ടു പ്രൊഫസർ ബൗൾഡിംഗ്. പ്രൊഫസർ ബൗൾഡിംഗ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ അഭിപ്രായത്തിൽ മൈക്രോ എക്കണോമിക്സ് സ്റ്റഡി ഓഫ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്തിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നു? പർട്ടിക്കുലർ ഫേംസ്, പ്രത്യേക സ്ഥാപനങ്ങളെക്കുറിച്ച്. ഫേം സ്ഥാപനം, പർട്ടിക്കുലർ പ്രത്യേകം അല്ലേ, പ്രത്യേക സ്ഥാപനങ്ങളെക്കുറിച്ച്. പർട്ടിക്കുലർ ഹൗസ് ഹോൾഡ്, പ്രത്യേക കുടുംബങ്ങളെക്കുറിച്ച്. ഇൻഡിവിജ്വൽ പ്രൈസസ്, വ്യക്തിഗത വിലകളെക്കുറിച്ച്. വേജസ്, വേജസ് എന്താ? വേതനം, ഇൻകം, വരുമാനം. ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രീസ്, വ്യക്തിഗത വ്യവസായങ്ങൾ. പർട്ടിക്കുലർ കമ്മോഡിറ്റീസ്, പ്രത്യേക ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അല്ലേ. അപ്പോൾ പ്രൊഫസർ ബൗൾഡിംഗ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ അഭിപ്രായത്തിൽ മൈക്രോ എക്കണോമിക്സ് സ്റ്റഡി ഓഫ് പർട്ടിക്കുലർ ഫേംസ്, പ്രത്യേക സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. പർട്ടിക്കുലർ ഹൗസ് ഹോൾഡ്, പ്രത്യേക കുടുംബങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ഇൻഡിവിജ്വൽ പ്രൈസസ്, വ്യക്തിഗത വിലകളെക്കുറിച്ച് പഠിക്കുന്നു. വേജസ്, വേതനങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ഇൻകം, വരുമാനത്തെക്കുറിച്ച് പഠിക്കുന്നു. ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രീസ്, വ്യക്തിഗത വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. പർട്ടിക്കുലർ കമ്മോഡിറ്റീസ്, പ്രത്യേക ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഒക്കെയാണ് മൈക്രോ എക്കണോമിക്സ് പഠിക്കുന്നത്. It explains how a consumer derives maximum satisfaction out of his expenditure, how a firm maximizes its profit, how the national output is distributed among the owners of the factories, etc. In short, it is a study of the individual units in the whole system. പറഞ്ഞിരുന്നേ. അപ്പോൾ എന്താണ്? സമ്പദ് വ്യവസ്ഥയിലെ അല്ലേ, ഒരു സമ്പദ് വ്യവസ്ഥയിലെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, ചെറിയ ചെറിയ ഘടകങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് മൈക്രോ എക്കണോമിക്സ് അല്ലേ. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, സൂക്ഷ്മ ധനതത്വ ശാസ്ത്രം എന്നുള്ളതാണ് അതിൻ്റെ മലയാളം. അപ്പം അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ചെറിയ ചെറിയ ഘടകങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ഇനി മാക്രോ എക്കണോമിക്സ് എന്താണെന്ന് നോക്കിയേ. മാക്രോ എക്കണോമിക്സ് ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ് ദി എക്കണോമിക് സിസ്റ്റം ആസ് എ വോൾ മുഴുവനായിട്ട് അല്ലേ. എന്നാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ഒരു സമ്പദ് വ്യവസ്ഥയിലെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഒരു സമ്പദ് വ്യവസ്ഥയെ മുഴുവനായിട്ട് മൊത്തത്തിൽ പഠിക്കും അല്ലേ. ഒരു സമ്പദ് വ്യവസ്ഥയെ മുഴുവനായിട്ട് പഠിക്കുന്ന ശാസ്ത്രം അല്ലേ. സമ്പദ് വ്യവസ്ഥയിലെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയെ മുഴുവനായിട്ട് പഠിക്കുന്നു അല്ലേ. ഒരു സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പഠിക്കുന്ന ശാസ്ത്രമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. വരച്ചേരണേ.
It deals with aggregates and average of the system and examine how they are related and determined. Naturally, it is a study of great variables or aggregates such as national income, total production, total consumption, general price level, government expenditure, etc. ഇതൊരു വരച്ചിട്ടേ എന്തിനെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്? നാഷണൽ ഇൻകം, ദേശീയ വരുമാനം അല്ലേ? ദേശീയ വരുമാനം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വരുമാനമാണ്, മൊത്തത്തിലുള്ളതാണ് അല്ലേ? രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം, ടോട്ടൽ പ്രൊഡക്ഷൻ മൊത്തം ഉൽപ്പാദനം, പിന്നെ ടോട്ടൽ കൺസംഷൻ മൊത്തം ഉപഭോഗം, ജനറൽ പ്രൈസ് ലെവൽ പൊതുവില നിലവാരം, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിൻ്റെ ചിലവ് അല്ലേ? ഇതൊക്കെ എവിടെ വരുന്നു? മാക്രോ എക്കണോമിക്സിൽ വരുന്നു. കിട്ടിയോ? അപ്പോൾ മാക്രോ എക്കണോമിക്സിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? നാഷണൽ ഇൻകം ദേശീയ വരുമാനമുണ്ട്, ടോട്ടൽ പ്രൊഡക്ഷൻ മൊത്തം ഉൽപ്പാദനമുണ്ട്, ടോട്ടൽ കൺസംഷൻ മൊത്തം ഉപഭോഗമുണ്ട്, ജനറൽ പ്രൈസ് ലെവൽ പൊതുവില നിലവാരമുണ്ട്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിൻ്റെ ചിലവുണ്ട് അല്ലേ? ഇതെല്ലാം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്നു. ഫോളോയിങ് സർവേ ഓൺ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് വിൽ ഗീവ് us as a clear picture regarding their nature, scope and character അല്ലേ? അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത്? എന്താണ് മൈക്രോ എക്കണോമിക്സ്, എന്താണ് മാക്രോ എക്കണോമിക്സ്, എന്താണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, എന്താണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അല്ലേ? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് നമ്മൾ പഠിച്ചു. സമ്പദ് വ്യവസ്ഥയിലെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു അല്ലേ? ഉദാഹരണം ഏതൊക്കെയായിരുന്നു? പർട്ടിക്കുലർ ഫേംസ് പ്രത്യേക സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, പർട്ടിക്കുലർ ഹൗസ് ഹോൾഡ് അല്ലേ പ്രത്യേക കുടുംബങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, ഇൻഡിവിജ്വൽ പ്രൈസസ് വ്യക്തിഗത വിലകളെക്കുറിച്ച് പഠിക്കുന്നു, വേജസ് വരുമാനത്തെ സംബന്ധിച്ച് പഠിക്കുന്നു, ഇൻകം അല്ലെ വേതനത്തെ സംബന്ധിച്ച് പഠിക്കുന്നു, വരുമാനത്തെ സംബന്ധിച്ച് പഠിക്കുന്നു, ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രീസ് വ്യക്തിഗത വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, പർട്ടിക്കുലർ കമ്മോഡിറ്റീസ് പ്രത്യേക ഉൽപ്പന്നങ്ങളെക്കുറിച്ച് മൈക്രോയിൽ പഠിക്കുന്നു. എന്നാൽ മാക്രോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പഠിക്കുന്നു. ഓൾ WHOLE ഓൾ മുഴുവൻ അല്ലേ? ഒരു സമ്പദ് വ്യവസ്ഥയെ മുഴുവനായിട്ട് പഠിക്കുന്നു. എന്തൊക്കെയാണ് ഉദാഹരണം? നാഷണൽ ഇൻകം ദേശീയ വരുമാനം, ടോട്ടൽ പ്രൊഡക്ഷൻ മൊത്തം ഉൽപ്പാദനം, ടോട്ടൽ കൺസംഷൻ മൊത്തം ഉപഭോഗം, ജനറൽ പ്രൈസ് ലെവൽ പൊതുവില നിലവാരം, പിന്നെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് ചിലവ്. ഇതൊക്കെ ആര് പഠിക്കുന്നു? മാക്രോയിൽ പഠിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് അല്ലേ? അപ്പോൾ ആദ്യം നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പോലെ എഴുതണം. എന്താണ് മൈക്രോ എക്കണോമിക്സ്, എന്താണ് മാക്രോ എക്കണോമിക്സ്, എന്നിട്ട് ഡിഫറൻസ്. അത്ര പോയിന്റ് ഉണ്ട്, 2-3 പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എഴുതിയാൽ മതി. ഒന്നാമത്തേക്ക് പോകുന്നു. സബ്ജക്റ്റ് മാറ്റർ, പ്രതിപാദ്യ വിഷയം. മൈക്രോ എക്കണോമിക്സിൻ്റെയും മാക്രോ എക്കണോമിക്സിൻ്റെയും പ്രതിപാദ്യ വിഷയം തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഇത് കൈകാര്യം ചെയ്യുന്ന വിഷയം നമുക്കറിയാം. മൈക്രോ എക്കണോമിക്സ് സമ്പദ് വ്യവസ്ഥയിലെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, മാക്രോ എക്കണോമിക്സ് സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ വലിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. നോക്കാം. സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി ആർ ഡിഫറെൻറ്റ് ഇൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. കൺസപ്ഷൻ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ, പ്രൊഡക്ഷൻ പ്രോബ്ലംസ് ഓഫ് എ ഫേം ഓർ ആൻ ഇൻഡസ്ട്രി, പ്രൈസിംഗ് ഓഫ് കമ്മോഡിറ്റീസ് ആൻഡ് ഫാക്ടറി സർവീസസ്, allocation of the resource of various uses etc. constitute the subject matter of micro economics. പഠിച്ചിട്ട് മൈക്രോ എക്കണോമിക്സിൻ്റെ പ്രതിപാദ്യ വിഷയം, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പ്രതിപാദ്യ വിഷയം നമുക്കറിയാം. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം സമ്പദ് വ്യവസ്ഥയിലെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഉദാഹരണം കൺസംഷൻ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ ഉപഭോഗ സ്വഭാവം, ഒരു വ്യക്തി ചെറിയ കാര്യങ്ങളല്ലേ. ഇനി പ്രൈസിംഗ് ഓഫ് കമ്മോഡിറ്റീസ് ആൻഡ് ഫാക്ടറി സർവീസ്, എന്താ ഉൽപ്പന്നത്തിന് എങ്ങനെയാണ് വില നിശ്ചയിക്കുന്നത് അല്ലേ. ഇനി അലോക്കേഷൻ ഓഫ് ദ റിസോഴ്സസ്, വിഭവങ്ങൾ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്. ഇതെല്ലാം എവിടെ വരുന്ന മക്കളെ? മൈക്രോ എക്കണോമിക്സിൽ വരുന്നു അല്ലേ. സമ്പദ് വ്യവസ്ഥയിലെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ഉദാഹരണം ഏതൊക്കെയായിരുന്നു? എന്താണ് ഒരു വ്യക്തിയുടെ ഉപഭോഗ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നു. പിന്നെ ഉൽപ്പന്നങ്ങൾക്ക് എങ്ങനെയാണ് വില നിശ്ചയിക്കുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുന്നു. എന്താണ് പിന്നെ നമ്മൾ പഠിച്ചത്? അലോക്കേഷൻ ഓഫ് ദ റിസോഴ്സസ്, വിഭവങ്ങളുടെ വിതരണം. ഇതൊക്കെ ആര് പഠിക്കുന്നു? മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പ്രതിപാദ്യ വിഷയം. ഇറ്റ് ഈസ് നോട്ടീസ് ദാറ്റ് പ്രൈസ് എക്സൈഡ് ഗ്രേറ്റ് ഇംപ്ലിമെന്റ്സ് ഇൻ മൈക്രോ എക്കണോമിക്സ് അനാലിസിസ്. പറഞ്ഞേ മൈക്രോ എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രൈസിനാണ്, വിലയ്ക്ക്. പ്രൈസ് മീൻസ് വില. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രൈസ് അല്ലെങ്കിൽ വിലയ്ക്കാണ്. But the prices depend upon the prevailing market condition. Therefore, the study of microeconomics is centered around the price and market. കിട്ടിയോ?
അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് പ്രൈസ്, രണ്ട് മാർക്കറ്റ്, വിലയും കമ്പോളവും. കിട്ടിയോ? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രണ്ട് ടേമുകൾ, രണ്ട് പദങ്ങളാണ്, ഒന്ന് പ്രൈസ് വില, രണ്ട് മാർക്കറ്റ് കമ്പോളം. ഇനി മാക്രോ എക്കണോമിക്സ് ഈസ് ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് സ്റ്റഡി ഓഫ് അഗ്രിഗേറ്റ്സ് ഓർ ഗ്രേറ്റ് വേരിയബിൾസ്, അല്ലേ? സമ്പദ് വ്യവസ്ഥയിലെ വലിയ കാര്യങ്ങളെക്കുറിച്ച്, സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പഠനം നടത്തുന്നു. എവിടെ? മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ. ഉദാഹരണം നോക്കിയാൽ നമ്മൾ പഠിച്ചു, നാഷണൽ ഇൻകം ദേശീയ വരുമാനം, നാഷണൽ ഔട്ട്പുട്ട് മൊത്തം ഉൽപാദനം, ടോട്ടൽ കൺസംഷൻ മൊത്തം ഉപഭോഗം, ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം നിക്ഷേപം, അല്ലേ? എന്താണ് ടോട്ടൽ എംപ്ലോയ്മെൻറ്റ് മൊത്തം തൊഴിലവസരങ്ങൾ, പൊതുവില നിലവാരം, ഇതെല്ലാം എവിടെ വരുന്നു? മാക്രോ എക്കണോമിക്സിൽ വരുന്നു, അല്ലേ? സമ്പദ് വ്യവസ്ഥയിലെ എന്താണ് വലിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ഏതൊക്കെയായിരുന്നു? ദേശീയ വരുമാന ഉദാഹരണമുണ്ട്, മൊത്തം ഉൽപാദനമുണ്ട്, മൊത്തം ഉപഭോഗമുണ്ട്, മൊത്തം നിക്ഷേപങ്ങളുണ്ട്, മൊത്തം തൊഴിലവസരങ്ങളുണ്ട്, പൊതുവില നിലവാരം, ഇതെല്ലാം എവിടെ വരുന്നു മക്കളെ? മാക്രോ എക്കണോമിക്സിൽ വരുന്നു. ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ മാക്രോ എക്കണോമിക്സ് മെയിൻലി കൺസേൺഡ് വിത്ത് ഫ്ലക്ച്വേഷൻ വിത്ത് നാഷണൽ ഇൻകം, ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. മാക്രോ എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന 3 പദങ്ങൾ, ഒന്ന് നാഷണൽ ഇൻകം ദേശീയ വരുമാനം, 2 ഔട്ട്പുട്ട് ഉൽപ്പന്നം, 3 എംപ്ലോയ്മെൻറ്റ് തൊഴിൽ. കിട്ടിയോ? അപ്പോൾ സബ്ജക്റ്റ് മാറ്റർ, മൈക്രോയും മാക്രോയും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഒന്നാമത്തെയാണ് സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ പ്രതിപാദ്യ വിഷയം, അല്ലേ? മൈക്രോ എക്കണോമിക്സിൻ്റെയും മാക്രോ എക്കണോമിക്സിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ 2ആണ്. സമ്പദ് വ്യവസ്ഥയിലെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് മൈക്രോയിൽ പഠനം നടത്തുന്നു. ഉദാഹരണം നമ്മൾ കണ്ടു. എന്തൊക്കെയായിരുന്നു ഉദാഹരണം? എന്താണ്? കൺസംഷൻ ബിഹേവിയർ ഓഫ് എൻ ഇൻഡിവിജ്വൽ, വ്യക്തികളെക്കുറിച്ച് പഠിക്കുന്നു, സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. അങ്ങനെ സമ്പദ് വ്യവസ്ഥയിലെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് മൈക്രോയിൽ പഠിക്കുമ്പോൾ സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ, അല്ലേ മൈക്രോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടേമുകൾ ഏതൊക്കെയായിരുന്നു? പ്രൈസ് ആൻഡ് മാർക്കറ്റ്, വിലയും കമ്പോളും. സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പഠിക്കുന്നു, അല്ലേ? അതാണ് മാക്രോ. എന്തൊക്കെയാണ്? ദേശീയ വരുമാനം, മൊത്തം ഉൽപാദനം, പൊതുവില നിലവാരം, ഇതൊക്കെയാണ് മാക്രോയിൽ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. കിട്ടിയോ? അപ്പം നമ്മൾ എന്താ പഠിച്ചത്? എന്താണ് മൈക്രോ എക്കണോമിക്സ്, എന്താണ് മാക്രോ എക്കണോമിക്സ് എന്ന് പഠിച്ചു. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്താണ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് ഒന്നാമത്തെ നമ്മൾ പഠിച്ചു, സബ്ജക്റ്റ് മാറ്റർ, പ്രതിപാദ്യ വിഷയം. കിട്ടിയോ? അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് നമ്മളിന്ന് ഒത്തിരി പോർഷൻസ് കവർ ചെയ്യുന്നില്ല. ഇത്രയും കൊണ്ട് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മക്കൾക്ക് എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഒരു പുതുവർഷം, ഒരു പുതുവത്സരം ആശംസിക്കുന്നു. അപ്പം വളരെ കുറച്ച് പോർഷൻസ് നമുക്കിന്ന് പഠിച്ചുള്ളൂ. അപ്പം ക്ലാസ് കണ്ടതിന് ശേഷം ഇന്ന് തന്നെ ക്ലാസ്സിൻ്റെ ഒരു ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്ത് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. അയച്ചു തരുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ പേര് കൂടി നോട്ടിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, ഒരു പുതുവർഷം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.